നമസ്കാരം. മഴ കൊണ്ടപ്പോൾ നീലച്ചായം ഒലിച്ചുപോയ കുറുക്കനെ പോലെയായ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ പരാമർശത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ്. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ കളക്ടർമാർക്ക് പ്രത്യേകം കത്ത് നൽകും. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രപതിക്കും കത്ത് നൽകും. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ അംബേദ്കർ പ്രതിമയിൽ പൂക്കൾ അർപ്പിക്കും. പാർലമെന്റിൽ തുടർച്ചയായി കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടത്തിയ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് തെരുവുകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാജ്യസഭയിൽ അംബേദ്കറെ കുറിച്ച് നടത്തിയ പരാമർശം രാഷ്ട്രീയ കലഹത്തിന് വഴിവെച്ചിരുന്നു. അംബേദ്കർ 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 എന്നിങ്ങനെ പറയുന്നത് ഫാഷൻ ആയിരിക്കുന്നു. ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു എന്നാണ് പാർലമെന്റിൽ ഷാ പറഞ്ഞത്. ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരാമർശം നടത്തിയത്. ഇത് വൻ ബഹളത്തിനിടയാക്കി. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ നേതാക്കളും അത് ആവർത്തിച്ചു. അതേസമയം അംബേദ്കറെ അവഹേളിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആരോപിച്ച് അമിത്ഷായ്ക്ക് പ്രതിരോധം തീർത്ത് പ്രധാനമന്ത്രിയും ബി.ജെ.പി. നേതാക്കളും അണിനിരന്നു. അംബേദ്കർക്കെതിരെ കോൺഗ്രസ് പാപം ചെയ്തെന്നും അംബേദ്കറുടെ പാരമ്പര്യം നശിപ്പിക്കുന്നതിന് ഹീനമായ തന്ത്രങ്ങൾ കോൺഗ്രസ് പ്രയോഗിച്ചെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു. ഇതിനിടെ സവർണ ഫാസിസമാണ് RSSന്റെ ചിന്താഗതിയെന്നും അതാണ് അമിത്ഷായുടെ മനസ്സിൽ നിന്നും പുറത്തു ചാടിയത് എന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ബി.ജെ.പി. എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുൻപ് ഭാരതീയ ജനസംഘമായിരുന്ന കാലത്ത് മുന്നാക്ക സമുദായങ്ങളിലെ അംഗങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. അവരുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ആ പാർട്ടി മുന്നോട്ട് നീങ്ങിയിരുന്നതെങ്കിൽ പിന്നീട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി പിന്നാക്കക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പിന്നാക്കക്കാരുടെ പാർട്ടിയാണെന്ന് പറയാൻ തുടങ്ങി. പേരിന് ഒരു നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയെങ്കിലും സവർണ മേധാവിത്വം തന്നെയാണ് ബി.ജെ.പിയെ മുന്നോട്ട് നയിക്കുന്നത്. സവർണ ഫാസിസമാണ് RSSന്റെ ചിന്താഗതി. അതാണ് അമിത്ഷായുടെ മനസ്സിൽ നിന്നും പുറത്തു ചാടിയത് എന്നും മുരളീധരൻ പറഞ്ഞു. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പ്രയോഗം രാജ്യമെങ്ങും അലയടിക്കുമ്പോൾ അത് പ്രതിരോധിക്കാനാവാതെ കുഴങ്ങുകയാണ് ബി.ജെ.പി.